പ്രൈസ് ദി ലോർഡ്. ദി പെന്തക്കോസ്റ്റ് മിഷൻ സഭയിലെ സ്ക്രിപ്ചർ സ്കൂൾ വിദ്യാർത്ഥികളായ ഞങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന 12 വിലയേറിയ കല്ലുകളെ കുറിച്ച് ഒരു സ്കെച്ച് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭൗമിക യാത്രയ്ക്ക് ശേഷം നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ പുതിയ യെരൂശലേം അവകാശപ്പെടുന്നു എന്നൊരു സജീവമായ പ്രത്യാശയുണ്ട്. വെളിപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം അതിന്റെ 19 മുതൽ 20 വാക്യം നമ്മൾ വായിക്കുന്നത് പോലെ ഭർത്താവിനെ അനുകരിച്ച മണവാട്ടിയെ പോലെ ദൈവത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിനെ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടു. അതിന്റെ ചുവരുകളുടെ അടിത്തറ എല്ലാത്തരം 12 വിലയേറിയ കല്ലുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഓരോ കല്ലുകളെയും അവയുടെ ആത്മീയ പ്രാധാന്യത്തെ പര്യവേക്ഷണം നടത്താം. ഒന്നാമത്തെ കല്ല് സൂര്യകാന്തം. മതിലിന്റെ അടിത്തറയിലെ ആദ്യത്തെ കല്ല് സൂര്യകാന്തമാണ്. അഹരോന്റെ മാർമോദകത്തിലെ അവസാനത്തെ കല്ലായിരുന്നെങ്കിലും നിത്യത്തിൽ അത് നഗരത്തിന്റെ അടിത്തറയിലെ ആദ്യത്തെ കല്ലായി മാറുന്നു. ആത്മീയമായി അത് സൗമ്യതയെ പ്രതിനിധീകരിക്കുന്നു. ഹൃദയത്തിൽ സൗമ്യതയും എളിമയും ഉള്ള യേശുക്രിസ്തു പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഗുണങ്ങൾ. ഈ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ കല്ല് നീലക്കല്ല്. രണ്ടാമത്തെ കല്ല് നീലക്കല്ലാണ്. അത് ദിവ്യ സ്നേഹത്തെ കാണിക്കുന്നു. ദൈവം സ്നേഹമാണ്. അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം അവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. മത്തായി 22:37-39 യേശു പറഞ്ഞതുപോലെ നാം നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും നമ്മൾ പോലെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുകയും വേണം. നാം ഇത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകും. മൂന്നാമതായി മാണിക്യം. മാണിക്യമാകുന്നു. അത് ആന്തരിക വിശുദ്ധിയും കാണിക്കുന്നു. വിശുദ്ധിയില്ലാത്ത ദൈവത്തിനെ കാണാൻ കഴിയില്ല. വിശുദ്ധനായിരിക്കുമെങ്കിൽ നമ്മൾ ദൈവത്തിനെ കാണില്ല. 4 മരതകം. ഇത് ദൈവിക സമാധാനത്തെ കാണിക്കുന്നു. കാരണം യേശുക്രിസ്തു സമാധാനം ഉണ്ടാക്കുന്നത് ഭാഗ്യവാന്മാരാണ്. കാരണം അവർ ദൈവത്തിന്റെ പുത്രന്മാരെ വിളിക്കപ്പെടും. 4 നഖവർണ്ണക്കല്ല്. അഞ്ചാമത് നഖവർണ്ണക്കല്ലാണ്. ഇത് ദിവ്യ തീഷ്ണതയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നാം അവന്റെ ആലയത്തിന് തീഷ്ണതയോടുള്ളവരായിരിക്കണം. സങ്കീർത്തനം 69:9 ദാവീദ് പറയുന്നത് പോലെ നിന്റെ ആലയത്തിനെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. വലിയ തീഷ്ണതയോടും സമർപ്പണത്തോടും കൂടി നമുക്ക് ദൈവത്തെ സേവിക്കാം. ആറാമത്തെ കല്ല് ചുവപ്പ് കല്ല്. ആറാമത്തെ കല്ലായ ചുമപ്പ് കല്ല് കഷ്ടപ്പാടിനേറെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ നാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാകണം. പരീക്ഷണങ്ങൾ സഹിക്കാനും വിശ്വാസത്തിൽ വിറച്ചു നിൽക്കാനും നമുക്ക് കൃപയ്ക്കായി യാചിക്കാം. ഏഴാമത്തെ കല്ല് പീതരത്നം. ഏഴാമത്തെ കല്ലാണ് പീതരത്നം. അത് വലിയ വിശ്വാസത്തെ പ്രതീകപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പത്രോസ് 1 പറയുന്നത് പോലെ നമ്മുടെ വിലയേറിയ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങൾ സ്വർണ്ണത്തെക്കാൾ ബലപ്പെട്ടതാകുന്നു. ഇത്തരം വെല്ലുവിളികളെ നേരിടുമ്പോൾ നാം വിജയാളികളായി പുറത്തു തരണം. വിശ്വാസത്തിൽ കൂടുതൽ ശക്തരാകണം. എട്ടാമത്തെ കല്ല് ഗോമേതകം. എട്ടാമത്തെ കല്ല് ഗോമേതകമാണ്. അത് ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു. ദൈവം നമ്മുടെ ജ്ഞാനമാണ്. ക്രിസ്തുവിന് ജ്ഞാനം ഉണ്ടായിരുന്നതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ അത് അന്വേഷിച്ച് മുന്നോട്ട് പോകണം. ഒൻപതാമത്തെ കല്ല് പൂഷ്യരാഗം. 9ാമത്തെ കല്ല് പുഷ്യരാഗമാകുന്നു. അത് ദൈവിക പ്രത്യാശയെ പ്രതീകപ്പെടുത്തുന്നു. 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം 2 ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ ആകും എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അവന്റെ തിരിച്ചുവരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ പ്രത്യാശ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. 10ാമത്തെ കല്ല് വൈഡൂര്യം. 10ാമത്തെ കല്ലാണ് വൈഡൂര്യം. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പ്രത്യാശ, സ്നേഹം, സന്തോഷം, വിശ്വാസം എന്നീ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഗുണങ്ങൾ നമ്മുടെ ആത്മീക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ദൈവത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി പത്മരാഗം. 11ാമത്തെ കല്ലാണ് പത്മരാഗം. ഇത് ദൈവിക ലോകശക്തിയെ കാണിക്കുന്നു. നമ്മുടെ സ്വന്തം വിധാനങ്ങൾ പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിലൂടെയും നമുക്ക് ദൈവിക നീതിയെ ധരിക്കാൻ കഴിയുന്നു. 12ാമത്തെ കല്ല് സുഗന്ധരത്നം. 12ാമത്തെ കല്ല് സുഗന്ധരത്നമാണ്.
അത് ദൈവത്തിന്റെ രാജകീയതയും വിശ്വസ്തയും കാണിക്കുന്നു. ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കരുത്. പകരം ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ നാം എല്ലാറ്റിനെയും ഭരിക്കാൻ ഉദ്ദേശിച്ചുള്ളവരാണ്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവന്റെ മഹത്വം പ്രതിഫലിച്ചുകൊണ്ട് ദൈവഭക്തിയും കുറ്റമറ്റതുമായ ഒരു ജീവിതം നയിക്കണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ 12 വിലയേറിയ കല്ലുകളുടെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ കല്ലും നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടതായ ഒരു ആത്മീയ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ദിവ്യ ഗുണങ്ങളാൽ പ്രയോഗിക്കാൻ അവന്റെ കിളിയിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവന്റെ കിളിയിൽ ഉറച്ചു നിൽക്കാനും അവൻ നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.